വെൽക്കം. തഹമാനാണ്. റീനൽ സിസ്റ്റം വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുക റീനൽ ഓട്ടോ റെഗുലേഷൻ. കിഡ്നിയിൽ തന്നെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് അതിനെ കുറിച്ചൊന്ന് പറയേണ്ടി വരും. അതിനകത്തൊക്കെയുള്ള സെൽസ്, മാക്കുല ഡെൻസ സെൽസ് എന്താണ്, മീസാൻജിയൽ സെൽസ് എന്താണ്, ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് എന്താണ്, ആൻഡ് ഇവയെല്ലാം എങ്ങനെയാണ് കിഡ്നിയിലെ നോർമൽ GFR, സോ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ GFR എങ്ങനെ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോർമൽ ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കുറയാതെ കൂടാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മൾ റീനൽ ഓട്ടോ റെഗുലേഷൻ നമ്മൾ പറയുക. കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, റീനൽ ബ്ലഡ് ഫ്ലോ, ബ്ലഡ് ഇതിലാണല്ലോ വരെ. റീനൽ ബ്ലഡ് ഫ്ലോയുടെ തോത് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം മീൻ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ തന്നെയാണ്. ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വർദ്ധിക്കും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വിൽ ഇൻക്രീസ്, കാരണം GFR വർദ്ധിക്കും. കൂടി കഴിഞ്ഞാൽ GFR വിൽ increase. BP കുറഞ്ഞാൽ GFR will decrease. So normal blood BP ഇതിനകത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതനുസരിച്ചും കൂടുന്നതനുസരിച്ചും GFR ഇങ്ങോട്ടേക്ക് വരുന്നത് കുറയുകയും കൂടുകയും ചെയ്യും. സോ ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായാലും ഒരു പരിധി വരെ ഈ വ്യത്യാസങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കിഡ്നിക്ക് പറ്റും. സോ അതിനെയാണ് അപ്പോൾ നമ്മൾ ഓട്ടോ റെഗുലേഷൻ എന്ന് പറയുക, റീനൽ ഓട്ടോ റെഗുലേഷൻ. കിഡ്നിയിലേക്ക് അപ്പോൾ ഒരു ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റഡി ബ്ലഡ് ഫ്ലോ നിർത്തി GFR ഒരു സെയിം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥിരമായിട്ട് ഒരു പ്രത്യേക ലെവലിലാക്കി നിർത്താൻ BP കുറഞ്ഞാൽ അത് കൂട്ടുകയും കൂടിയാൽ അത് കുറയ്ക്കുകയും ചെയ്യുന്നതിനാണ് അപ്പോൾ നമ്മൾ ഓട്ടോ റെഗുലേഷൻ എന്ന് പറയാം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് അല്ലെ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് എന്ന് പറയുന്ന പോലെ. സോ അമിതമായിട്ട് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഓവർ ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ ഈ കൺട്രോളിൽ നിൽക്കില്ല. ദെൻ ബ്ലഡ് പ്രഷർ 90-ൽ താഴെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ താഴെ വന്നാലും ഈ പരിപാടിയൊന്നും നടക്കില്ല. സോ അപ്പൊ ഈ ഓട്ടോ റെഗുലേഷൻസ് ഒന്നും നടക്കില്ല. സോ അപ്പൊ ഇതിനിടയിൽ, ഈ ഗ്യാപ്പിനിടയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണ് റീനൽ ഓട്ടോ റെഗുലേഷൻ. ഇങ്ങനെ ഓട്ടോ റെഗുലേറ്റ് ചെയ്യാൻ കിഡ്നിക്ക് അതിൻ്റെതായ ചില മെക്കാനിസംസ് ഉണ്ട്. ആർ ഡിവൈസ്ഡ് ഇൻസൈഡ് അതിനെ പറ്റിയാണ് നമ്മൾ പറയാം. സോ കിഡ്നിയുടെ സ്വന്തം മെക്കാനിസം. അപ്പോൾ ഇൻട്രിൻസിക് മെക്കാനിസംസ് എന്ന് പറയാം. ഓഫ് ദ കിഡ്നി. സോ ചേഞ്ചസ് അനുസരിച്ച് ഓട്ടോ റെഗുലേറ്റ് ചെയ്തിട്ട് സ്റ്റഡി GFR ഉണ്ടാക്കുക, അത്രയാണ് പ്രധാനപ്പെട്ട ആവശ്യം. സോ ഇതിന്റെ മെക്കാനിസം 1 ഈസ് കോൾഡ് ആസ് മയോജനിക് മെക്കാനിസം എന്നാണ് പറയാം. മയോജനിക് മെക്കാനിസം അതാണ് ഒന്ന്. 2 ട്യൂബുലോ മീൻസ് കിഡ്നിയുടെ ട്യൂബുലാണ്. ഗ്ലോമറുലോ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഫീഡ്ബാക്ക് മെക്കാനിസം. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട മെക്കാനിസം. അപ്പൊ നമുക്ക് കിഡ്നിയുടെ സ്ട്രക്ചർ, ജസ്റ്റ് നെഫ്രോണിന്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നെഫ്രോണിന്റെ സ്ട്രക്ചർ. ഇവിടെ ഇത് ഗ്ലോമറുലസ് ആണ്. ഇത് ബോമൻസ് ക്യാപ്സ്യൂൾ, ഇത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇത് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി, ഇത് അസെൻഡിങ് ലൂപ്പ് ഓഫ് തിക്ക് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇങ്ങോട്ടേക്ക് വരുന്ന ഗ്ലോമറുലസിലേക്ക് വരുന്ന എഫറന്റ് ആർട്ടീരിയോൾസിനും ഇത് എഫറന്റെയും ഇടയിലാണ് അല്ലെ, ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് നമ്മൾ, ഈ ഭാഗമാണ് നമ്മൾ വലുതായിട്ട് ഈ വരച്ചിരിക്കുന്നത്. ഇത് ഗ്ലോമറുലസ് ആണ്. ഇത് അപ്പോ എഫറന്റ് ആർട്ടീരിയോൾസ് ആണ്. ഇത് അപ്പോ എഫറന്റ് ആർട്ടീരിയോൾസ് ആണ്. ആൻഡ് ഇതെന്താണ് ഈ വട്ടത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത്? ഈ ട്യൂബാണ്. ദിസ് ട്യൂബ്. So this is ascending thick segment or thick tubule of loop of Henle. Loop of Henleയുടെ ascending thick segmentന്റെ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗമാണ്. അതിനകത്തുള്ള സെൽസ് ആണ് ഈ കാണുന്നത്. സോ ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഇതിനിടയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് ഞാൻ പറയാം. സോ ഇത് പോകുന്നത് എഫറന്റ് ആർട്ടീരിയോൾസ്, വരുന്ന എഫറന്റ് ആർട്ടീരിയോൾസ്, ഇങ്ങോട്ട് വരുന്ന എഫറന്റ് ആർട്ടീരിയോൾസ്, ഇങ്ങോട്ട് പോകുന്ന എഫറന്റ് ആർട്ടീരിയോൾസ്, ഇതിന്റെ നടുവിലാണ് എന്നുള്ളതാണ് പ്രധാനം. സോ ഇതെല്ലാം കൂടി ചേരുന്ന ഈ സംഭവം, ഇത്രയും സംഭവത്തെ നമ്മൾ വിളിക്കുക. സോ ഇത് ബോമൻസ് ക്യാപ്സ്യൂൾ വിത്ത് ഗ്ലോമറുലസ് ആണ്. ആൻഡ് ഇതെല്ലാം കൂടി ചേരുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഇതിനെയാണ് നമ്മൾ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. സോ ഇത് നമുക്ക് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ആദ്യത്തെ മെക്കാനിസം ഈസ് നമ്മൾ പറഞ്ഞത് മയോജനിക് മെക്കാനിസം എന്നാണ് പറഞ്ഞത്. മയോജനിക് മെക്കാനിസം ഈസ് വെരി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. മയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലാണ്. സോ മസിൽ ഡിറൈവ്ഡ് മെക്കാനിസം, ഏതോ മസിലിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ചില മെക്കാനിസം. ആൻഡ് ഇവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതാണ് ബ്ലഡ് വരുന്നത് അല്ലെ, ഇതിനെ നമ്മൾ എഫറന്റ് ആർട്ടീരിയോൾ എന്ന്. സോ ആർട്ടീരിയോൾ ആണ്. അപ്പൊ അതിന് ചുറ്റും ദർ മസ്റ്റ് ബി സം സ്മൂത്ത് മസിൽ ഉണ്ടായിരിക്കണം. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്ന ഇവിടെ വരുന്ന ബ്ലഡ് പ്രഷർ BP നോക്കിയിട്ട് ഈ മസിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് മയോജനിക് മെക്കാനിസം എന്ന് പറയാം. അപ്പൊ BP കൂടുതലാണെങ്കിൽ ഈ മസിൽ ചുരുങ്ങും, കൺട്രാക്ട് ചെയ്യും. സിമ്പിൾ. BP കുറവാണെങ്കിൽ
ബിലോ BP കുറവാണെങ്കിൽ ഇത് റിലാക്സ് ചെയ്യും, ഈ മസിൽ റിലാക്സ് ചെയ്യും. സോ ദിസ് എ പ്രഷർ സെൻസിറ്റീവ് മെക്കാനിസം ആണ്. അപ്പോൾ ഇവിടെ മാത്രമാണോ എന്ന് വെച്ചാൽ അവിടെ മാത്രമല്ല, ഇവിടത്തെയും മസിൽസ് ഉണ്ട്, മസിൽസിനും ഇതേപോലെ ആക്ട്. സോ സ്മൂത്ത് മസിൽസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, മയോജെനിക്. മയോ മീൻസ് മസിൽ മെക്കാനിസംസ് എന്ന് പറയാം. സോ ഇവിടെ വരുന്ന ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു പറഞ്ഞു. അത് കൺട്രാക്ട് ചെയ്യാൻ അവരുടെ ഇൻഹറന്റ് മെക്കാനിസം അങ്ങനെയാണ്, ഇൻട്രിൻസിക് മെക്കാനിസംസ് അങ്ങനെയാണ്. മെക്കാനിസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. അങ്ങനെയാണ് അവിടെ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നു, കുറഞ്ഞാൽ ഡയലേറ്റ് ചെയ്യും. സോ ഇങ്ങനെ ബ്ലഡ് വെസൽസ് BP കൂടുന്നതനുസരിച്ച് ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ബ്ലഡ് ഫ്ലോ, നമ്മൾ പറയുന്നത് ഇവിടെ ഗ്ലോമറുലസിനകത്തുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടണം, കുറയ്ക്കില്ല. അപ്പോൾ കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ BP കുറവാണെങ്കിൽ ഇത് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബ്ലഡ് ഇങ്ങടേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഗ്ലോമറുലസ് ഫിൽട്രേഷൻ GFR കൃത്യമായിട്ട് നോർമൽ റേറ്റിൽ നടക്കും. സോ ഇത്രയേ ഉള്ളൂ മയോജെനിക് മെക്കാനിസം. സോ മയോജെനിc mechanism is the mechanisms by which the smooth muscle respond to blood pressure. Afferent and efferent arteriolar smooth muscles respond to blood vessels dilation and contraction of the blood vessel. അതാണ് മയോജെനിക് മെക്കാനിസം. രണ്ടാമത്തെ മെക്കാനിസം നമ്മൾ പറഞ്ഞത് ട്യൂബുലോ ഗ്ലോമറുലാർ ഫീഡ്ബാക്ക്. ഗ്ലോമറുലോ എന്നും പറയും, ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. സോ ഈ മെക്കാനിസം ദിസ് ഇസ് എ കീമോ സെൻസിങ് മെക്കാനിസം ആണ്. കീമോ സെൻസിങ് എന്ന് വെച്ചാൽ കെമിക്കൽസ് ആണ്, മറ്റേത് പ്രഷർ സെൻസിങ് മെക്കാനിസം ആണ്, ഇത് കീമോ സെൻസിങ് മെക്കാനിസം ആണ്. വെച്ചാൽ സം കെമിക്കൽസ് ക്യാൻ ആക്ടിവേറ്റ് ആൻഡ് സം കെമിക്കൽസ് ക്യാൻ ഡീആക്ടിവേറ്റ്. സോ ചില കെമിക്കൽസിന്റെ പ്രസൻസ് ആക്ടിവേറ്റ് ചെയ്യും, ചില ഡീആക്ടിവേറ്റ്. സോ ഇവിടെ ഈ ഗ്ലോമർലെസിന് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, ഫീഡ്ബാക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഫീഡ്ബാക്ക് മെസ്സേജ് കിട്ടുക? സോ ഇവിടെ നിങ്ങളുടെ ഫിൽട്ടർ ചെയ്തവനങ്ങൾ വിട്ട സാധനം ഇപ്പൊ അവസ്ഥ എന്താണ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു മെസ്സേജ് കിട്ടും. ഓക്കെ, സോ ഈ മെസ്സേജ് ഇവിടെ നിന്നാണ് അപ്പൊ ഫീഡ്ബാക്ക് പോകുന്നത്. ആ പ്രത്യേകിച്ച് കെമിക്കൽ സെൻസിങ് ആണെന്ന് പറഞ്ഞു, പ്രധാനമായിട്ടും സോഡിയം ആൻഡ് ക്ലോറിൻ. എത്ര സോഡിയം ഉണ്ട്, എത്ര ക്ലോറിൻ ഉണ്ട്, കൂടുതലാണോ കുറവാണോ, ഇതാണ് പ്രത്യേകമായിട്ട് ഇവിടെ നോക്കും. സോ ഇത് ചെയ്യാനായിട്ട് പ്രത്യേക കീമോ സെൻസിങ് സെൽസ് വേണം, ദെൻ അതർ സെൽസ് വേണം. അപ്പോ സെല്ലുകളാണ് ഒന്ന് ഇത് മാക്കുല ഡെൻസ സെൽസ് എന്നാണ് ഇതിന് പറയാ. രണ്ട് നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് മീസാൻജിയൽ സെൽസ് എന്നാണ് പറയാ. മീസാൻജിയൽ സെൽസ് അതിനെ നമ്മൾ എക്സ്ട്രാ ഗ്ലോമറുലാർ എന്ന് വിളിക്കും, മീസാൻജിയൽ സെൽസ്. കാരണം ഇവിടെയും കുറച്ച് മീസാൻജിയൽ സെൽസ് ഉണ്ട്, അത് ഇൻട്രാ ഗ്ലോമറുലാർ ആണ്. ദെൻ കുറച്ച് ഗ്രാനുലാർ സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ വേറെ പല പേരുകളുണ്ട് കേട്ടോ. ഗ്രാനുലാർ സെൽസ് അല്ലെങ്കിൽ ഇതുവേ നമുക്ക് ജെക്റ്റാ ഗ്ലോമറുലാർ സെൽസ് എന്ന് വിളിക്കാം. സോ ഈ പ്രധാനപ്പെട്ട 3 സെല്ലുകളാണ്. പിന്നെ ഇവിടെയുള്ള ബ്ലഡ് വെസൽ സെല്ലും കൂടി ആകുമ്പോഴത്തേക്കും ഇത്രയും സെല്ലുകളാണ് ഇവിടെ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ സെല്ലുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ സെൽസ് മാക്കുല ഡെൻസ സെൽസ് ആണ്. മാക്കുല ഡെൻസ സെൽസ് ഞാൻ എവിടെ വരച്ചിരിക്കുന്നത്, ഇതിന്റെ സെക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ അസെൻഡിങ് തിക് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ സെല്ലിന്റെ ഭാഗമാണ്. ഈ സെൽ എങ്ങോട്ടൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത്, അത് ഇത് ഗ്ലോമറസിന്റെ ഭാഗത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഈ സെൽസ് ആണ്. ഇത് മറ്റേത് റീനൽ ട്യൂബുലാർ സെൽസ് ആണ്. ഇതാണ് നമ്മൾ പറയുന്ന മാക്കുല ഡെൻസാസ്. ആൻഡ് അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്താണ് മീസാൻജിയൽ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉള്ളത്. ആൻഡ് അതിന് നമ്മൾ ഗ്രാനുലാർ സെൽസ് എന്നും വിളിക്കാറുണ്ട്. സോ ഇത് ബിക്കോസ് ദർ ഈസ് നോ ഗ്രാനുൾസ് ഹിയർ, ഇത് ഗ്രാനുലാർ സെൽസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എന്ന് പറഞ്ഞു. ആൻഡ് ഇതെല്ലാം ഈ ട്രയാങ്കിൾ ഈ ഇടയിലാണ് വന്നിരിക്കുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ദിസ് ഏരിയയിലാണ് ഇത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കി. ആൻഡ് ഇവിടെയുള്ള മീസാൻജിയൽ സെൽസ് ദീസ് ആർ ജസ്റ്റ് ഫാഗോസൈറ്റിക് സെൽസ് ആണ്. അത് അപ്പൊ ഇൻട്രാ ഗ്ലോമറുലാർ ആണ്. നമുക്ക് എക്സ്ട്രാ ഗ്ലോമറുലാർ നീല കളറിൽ കാണുന്നതാണ് എക്സ്ട്രാ ഗ്ലോമറുലാർ മീസാൻജിയൽ. ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഇതിനകത്ത് കുറച്ച് ഗ്രാന്യൂൾസ് ഉണ്ട്, സെക്രീറ്ററി ഗ്രാന്യൂൾസ്. ആൻഡ് ഇതിനകത്ത് എൻസൈംസ് ഉണ്ട്, എൻസൈംസ് റിലീസിങ് സെൽസുകളാണ്. ചില എൻസൈംസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള എൻസൈം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, അയാളുടെ പേര് റെനിൻ. സോ ദീസ് ആർ റെനിൻ സെക്രീറ്റിംഗ് സെൽസ് ആണ് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഓർ ജസ്റ്റ് ഗ്രാനുലാർ സെൽസ് എന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ റെനിൻ സെക്രീറ്റിംഗ് സെൽസ് ആണ്. ഇതിങ്ങനെ നോക്കുക, ഇവിടെയും ഇവിടെയും ഇതിന്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ആൻഡ് ചുറ്റും വരിഞ്ഞു മുറുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ എഫറന്റ് ആർട്ടീരിയോൾസിന്റെ ചുറ്റും ഇങ്ങനെ തിക്ക് കഫ് പോലെ ഇരിക്കുകയാണ്. സോ അപ്പൊ ഒരു പോളാർ കുഷ്യൻ സെൽസ് എന്ന് വിളിക്കാറുണ്ട്, പോളാർ കുഷ്യൻ ഓർ പോൾക്കിസൻ എന്നും വിളിക്കാറുണ്ട്. സോ ഇതൊക്കെ പല പേരുകളാണ്. എങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദീസ് ആർ റെനിൻ സെക്രീറ്റിംഗ് സെൽസ് ആണ്.
ആണ്. അപ്പൊ നമുക്ക് എന്താണ് നടക്കുന്നതെന്നാണ് ഇനി പറയേണ്ടത്. സോ ബ്ലഡ് ഇവിടെ ഫിൽറ്റർ ചെയ്യുന്നു, ഗ്ലോമർലെസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇവിടെ എത്തുന്നു, ഇവിടെ ഇങ്ങനെ ഒഴുകി ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ ദിസ് സൈഡ്, അതാണ് ഈ ഭാഗം, ഇവിടെ സോഡിയം ക്ലോറൈഡ് കൂടുതലാണ്. ദർ ഈസ് സോഡിയം ക്ലോറൈഡ്. സോ ദിസ് ക്യാൻ ആക്ടിവേറ്റ് ദിസ് സെൽസ്. മാക്കുലാർ ഡെൻസാ സെൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കാണ്. സോ ദിസ് ഈസ് മാക്കുലാർ ഡെൻസാ സെൽ. അപ്പൊ ഇവിടെ ഒരു പമ്പ് ഉണ്ട് ഇതിന്റെ ഇവിടെ. ആ പമ്പിന്റെ പേര് സോഡിയം പൊട്ടാസ്യം 2 ക്ലോറൈഡ് പമ്പാണ്, ലൂപ്പോഫിൻലി എന്ന് ഓർക്കുക. സോ ഇതിനകത്ത് സോഡിയത്തിന്റെ എമൗണ്ട് കൂടും. സോഡിയത്തിന്റെ എമൗണ്ട് കൂടുമ്പോൾ ഇതിന് ഈ സെൽസിനകത്ത് ATP പ്രൊഡക്ഷൻ. സോ ഇൻക്രീസ്ഡ് ATP ആൻഡ് ദിസ് ATPക്ക് ATP ആയിട്ട് നിൽക്കാം, ദെൻ അഡിനോസിനും ആയിട്ട് മാറാം. ATP ആൻഡ് അഡിനോസിൻ ആൻഡ് ദിസ് സെൽ ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദ നെക്സ്റ്റ് സെൽ. ഞാൻ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ വരയ്ക്കാം. സോ ദിസ് ഇസ് ദ മീസാൻജിയൽ സെൽ. സോ മീസാൻജിയൽ സെൽസിൽ ഈ ATPക്കും പിടിക്കാം, ADPക്കും പിടിക്കാം. ATPയും ADPയും പിടിക്കുന്ന റിസപ്റ്റർ നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യമില്ല, അതിന്റെ റിസപ്റ്ററിലാണ് പിടിക്കുക. എങ്കിലും ഞാൻ ജസ്റ്റ് റിസപ്റ്റർ പറയാം. ATP പിടിക്കുന്നത് P2X റിസപ്റ്റർ ആണ്, മറ്റേത് A2 റിസപ്റ്റർ ആണ്. ആവശ്യമുള്ളവർ മാത്രം എടുക്കാൻ, നമുക്ക് തള്ളിക്കളയാം. ഫസ്റ്റ് ഇയറിനത് ആവശ്യമില്ല. അത് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ദിസ് സെൽ ക്യാൻ റിലീസ് കാൽഷ്യം. കാൽഷ്യം റിലീസ് ചെയ്യാൻ പറ്റും. കാൽഷ്യം അപ്പോൾ ഇങ്ങോട്ടേക്ക് റിലീസ്. കാൽഷ്യം റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയുള്ള സ്മൂത്ത് മസിൽ, സോ ചുറ്റുമുള്ള സ്മൂത്ത് മസിൽസ്, ഇവിടെ ഇതിന്റെ സ്മൂത്ത് മസിൽസ്, ഇവിടെ നിന്ന് കാൽഷ്യം ആണ് വിട്ടത്. സ്മൂത്ത് മസിൽസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. സോ ദിസ് സ്മൂത്ത് മസിൽസ് വിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ കുറയും. സോ മോർ സോഡിയം മീൻസ്, അല്ലെങ്കിൽ BP കൂടുതലാണെങ്കിൽ ബ്ലഡ് ഫ്ലോ അല്പം ഒന്ന് കുറച്ച് നിർത്താം. സോ GFR അപ്പോൾ ആവശ്യത്തിന് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മെക്കാനിസം. ഇനി BP കുറവാണെങ്കിലോ, ഇപ്പോൾ ഇവിടെ ഡയലേറ്റഡ് ആണ്, BP കുറവാണെങ്കിൽ ഈ വരുന്ന സോഡിയം ക്ലോറൈഡ് കുറവായിരിക്കും. നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ്. ഇവിടെ ഡിക്രീസ്ഡ് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മെക്കാനിസംസ് ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ പുതിയ മെക്കാനിസംസ് എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പുതിയ മെക്കാനിസം ആണ് നടക്കുക. സോ ഇവിടെ സോഡിയം 2 ക്ലോറൈഡ് ആ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, കുറവാണ്. സോ ഡിക്രീസ് സോഡിയം ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് സൈക്ലോക്സിനേസ് എന്ന് പറയുന്ന എൻസൈംസ് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 റിലീസ് ചെയ്യും. ആൻഡ് ഓൾസോ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം വഴി നൈട്രിക് ഓക്സൈഡും കൂടുതലായിട്ട് റിലീസ്. ആൻഡ് ദിസ് വിൽ ആക്ട് ഹിയർ. അതും ഇവിടെ ഇത് രണ്ടും വാസോ ഡയലേറ്റേഴ്സ്. സോ ഇത് ഇങ്ങോട്ടേക്ക് കൂടുതൽ വികസിക്കും. സോ മോർ ബ്ലഡ് ക്യാൻ കം. സോ ഇതാണ് ഇവിടെ നടക്കുന്ന സിമ്പിൾ സംഭവം. ഒന്ന് സോഡിയം ക്ലോറൈഡ് കൂടിയാൽ, അല്ലെങ്കിൽ ക്ലോറൈഡും സോഡിയവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുരുങ്ങാനായിട്ടുള്ള മെസ്സേജ് പോകും. സോഡിയം ക്ലോറൈഡും കുറവാണെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ഉം നൈട്രിക് ഓക്സൈഡും വരുമ്പോഴത്തേക്കും അത് കൂടുതലാവാൻ, ഡയലേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് ആയിരിക്കും പോകുക. സോ അപ്പൊ ഇവിടെ സോഡിയം വരുന്നത് അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. സോ ദീസ് സെൽസ് ആർ ഇമ്പോർട്ടന്റ്, ദീസ് സെൽസ് ആർ ഇമ്പോർട്ടന്റ്. ഈ രണ്ട് സെൽസും ആണ് കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ നമ്മൾ വേറെ സെല്ല് വരച്ചിട്ടുണ്ടല്ലോ, ദീസ് സെൽസ് ഇവിടെ നിന്ന് വിട്ട പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഈ വിട്ട പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇതിൽ വർക്ക് ചെയ്യാം. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ദീസ് സെൽസ് ക്യാൻ റിലീസ് റെനിൻ ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും. ആൻഡ് ദിസ് റെനിൻ ക്യാൻ കൺസ്ട്രിക്ട് ദിസ്. ഇപ്പൊ എന്ത് സംഭവിക്കും? റെനിൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വണ്ണം കുറയും. ഇതിന്റെ വണ്ണം കുറയുമ്പോൾ ഇവിടുന്ന് ബ്ലഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ബ്ലഡ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ഒരു പ്രഷർ ഹെഡ് കൂടുതലായിട്ട് രൂപപ്പെടും. സോ റെനിൻ ഇവിടെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ റെനിന്റെ മറ്റു മെക്കാനിസം, റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ, സിസ്റ്റം സ്റ്റോൺ, അതൊക്കെ ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. സോ ഇത്രയേ ഉള്ളൂ ദിസ് ഓട്ടോ റെഗുലേറ്ററി മെക്കാനിസം. ഓട്ടോ റെഗുലേറ്ററി മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത് രണ്ട് മെക്കാനിസം ആണ്. ഒന്ന് ഇത് സ്വയമായിട്ട് വർക്ക് ചെയ്യുന്ന മയോജനിക് മെക്കാനിസം. രണ്ട് ഇവിടെ വരുന്ന സോഡിയത്തിന്റെയും ക്ലോറൈഡിന്റെയും ഒക്കെ അളവനുസരിച്ച് ഫീഡ്ബാക്ക് ഓറിയന്റഡ് ഓർ കീമോ സെൻസിങ് മെക്കാനിസം അനുസരിച്ച് മാക്കുലാർ ഡെൻസാ സെൽസ് ആക്ടിവേറ്റ് ചെയ്യും, അത് മീസാൻജിയൽ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് നേരെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ ദിസ് ഗ്രാനുലാർ സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യും. സോ ദിസ് ഓൾ അബൌട്ട് റീനൽ ഓട്ടോ റെഗുലേഷൻ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.